സൂര്യ എങ്ങനെയായിരുന്നത്? എന്ത്? ഞാൻ പണ്ട് ഏജന്റ് ആയിരുന്നു. LIC ഏജന്റ്. അടുത്ത ദിവസം സൂര്യ വീട്ടിലല്ലോ നമുക്ക്. ചന്ദ്ര നീ ആര്? ഉണ്ടേരെ പോനാ. അടുത്ത വണ്ടി എടുത്തേ. അടുത്ത ബൈക്ക് എടുത്തേ. കേറ വണ്ടി കേറ. കേറ വണ്ടി കേറ. കേറ വണ്ടി കേറ. അമ്പത്തിരി പോരാ ചെറുക്കന്മാര് പശാളൻ. കേറ വണ്ടി. ബാഡ് വേടാ നിന്റെ. നീ 52 മോലാടാ നീ. അമ്പത്തൂര് പുണ്ടയാ? പുണ്ടയെന്നാ? പുണ്ട മീൻസ് പുണ്ട. ഹലോ എന്താ ബ്രോ? കേട്ടില്ല. റെഡി 1 2 3. ഇല്ല ഞാൻ പറയാം. റെഡി 1 2 3 സ്റ്റാർട്ട്. ഞാൻ നടത്തി കൊടുക്കണം. സ്ലോയിലാണോ? കയറ്റി വിട്ട്. ഇതുപോലെ അതിനൊക്കെ ആയാ ബ്രോ തോക്കും കേട്ടോ. ഉറപ്പായിട്ട് ബ്രോ തോക്കും. തോറ്റ് ബ്രോ തോറ്റ്. നേരെ വിട്ടോ. ചുമ്മലടാ വണ്ടിക്കത്ത് വാടച്ച്. നീ ആര്? ഉണ്ടേരെ പോനാ. സാവടിക്ക് ചുമ്മലടാ വണ്ടിക്കത്ത്. ഇന്നലെ ഒരുത്തനെ കൊന്നറിഞ്ഞോളൂ. എനക്കൊരു വാറ് നടക്കോളൂ ഇവിടെ. അപ്പോഴാണ് അവന്റെ. நிறைய வாட்டி என்ன கூட்டு போய் தந்தன் விரின்னு இருக்காரு. அப்புறம் ரசீது மாதிரி வந்துட்டு பிரியாணி மேடிச்சுட்டான்னு சொல்லியிருக்காரு. இப்ப ஏதாவது செய்வாரா? உனக்கு அறியாதாப்பா? ஒரு சமயத்துல முச்சிரி என்னை விழிச்சிட்டு போய் ஒரு இடத்துல கிட்னாப் பண்ணி வச்சுட்டு பிரியாணி பறஞ்சிருக்காரு. ஒரு காலத்துல சூர்யா அது சொல்லு. ஒரு காலத்துல ராசா ஒரு காலத்துல ஒரு ராஜா இருந்தாரா? அவ்வளவுதான் தெரியும். அப்புறம் சொன்னேன். பாக்கி சொல்லு. பாக்கி கொஞ்சம் கூட சொல்லு. உனக்கு எதனா நான் டவுன்லோட் பண்ணி கொடுக்குறேன். நான் டவுன்லோட் பண்ணி தரேன்டா. நீ പറയണം. ஒரு காலத்துல எனக்கு தெரியாதுப்பா. ஒரு காலத்துல ஒரு ராஜா இருந்தாரா? அந்த ராஜா காட்டுக்கு போயிட்டாரா? நீ சொல்ல வர்றியா? அந்த காட்டுல ஒரு கரடி இருந்துச்சு. ஓகே கரடி இருந்ததா? கரடி இருந்தது. அப்ப இந்த ராசா எப்போதும் அந்த கரடியை கொல்லான் முயற்சி பண்ணிட்டே இருக்கும். முயற்சி பண்ணு. கழப்பல்ல அது. ஒரு நாள் அம்புடலாம் ட்ரை பண்ணிட்டா. ഹലോ ഞാൻ വിചാരിച്ചു അറിഞ്ഞോണ്ട് വള്ളി പിടിക്കാൻ വന്നെന്ന് വെച്ചാനെ. ஒரு நிமிஷம் வள்ளி பாத்துறியா?
അമ്മയിലടാ மறுநாள் போறேன் அம்பு விடுறேன் மிஸ் ஆகுறேன் கரடி வரேன் உனக்கு அம்பு எடுத்துறல வந்து ചുമ്മാ நான் எதுவும் சொல்லப்பா நீ தான் சொல்லி கொடுத்த ഞാൻ சொல்லி തന്നില്ലല്ലോ എനിക്ക് ഞാൻ சொல்லി തരുമ്പോ നീ അങ്ങ് ഉണ്ടാക്കിയത് വണ്ടിയൊക്കെ ഒതുക്കിടണ്ട അലീന இந்த பாத்தியாப்பா அம்மா அப்படியே கை கட்டியே இருக்காங்க அப்பா പോയ വണ്ടി എടുത്തിട്ടാ ഹലോ എക്സ്ക്യൂസ് ആ മീ ആ ഹലോ ഫോൺ എന്തിനാണ് വെച്ചിരിക്കുന്നത്? ഫോണ് കോൾ വിളിക്കാൻ അതിലൊരു വോയിസ് മെയിൽ വന്നിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യാവോ? വോയിസ് മെയിൽ വന്നിട്ടില്ല 047 ആണല്ലോ എൻ്റെ നമ്പർ. പിന്നെ എൻ്റെ നമ്പർ വേറൊരു നമ്പരാ. എത്ര 5805787946. നമ്പർ എടുത്തില്ല? ഇല്ല എടുത്തില്ല. എന്താ കണക്റ്റിട്ടാ എവിടെ? அப்பா அம்மா புது நம்பர் வாங்கிட்டாங்க. இது நானே சொல்றேன் அம்மா. ഓ അങ്ങനെ. ചന്ദ്രേ, എനിക്ക് മുച്ചിരി മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അവൻ പുതിയ ഗ്യാങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് കാണണോന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഇന്നലെ മുച്ചിരിനെ അങ്ങനെയൊക്കെ അടിച്ച് നീല 2 പ്രാവശ്യം ചത്തതല്ലീന. നമ്മള് അവനെ എല്ലാരും കൂടി ചേർന്ന് അങ്ങ് എടുത്തിട്ട് ചന്ദ്രൻ, എന്റെ പിസ്റ്റലായിരുന്നു, ഞാൻ പഴയ ബെൽ മറക്കല്ലോ. വേറെ കാര്യം പറയട്ടല്ലേ, നിനക്ക് നിനക്കിപ്പോ നല്ലൊരു ഹൈപ്പൊക്കെ ഉണ്ട്. എഴിച്ചു വാടാ. സൂര്യ എങ്ങനെയാ സൂര്യ എങ്ങനെയായിരുന്നത്? എഴുതി വാടാ. അത് AR ഇല്ലാത്തോണ്ടാ ഞാൻ പിസ്റ്റൽ ഫൈറ്റ് അങ്ങനെ അവോയ്ഡ് ആക്കുന്നതാണ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ നാണക്കേടാണ്, അങ്ങനെയൊന്നും പോയി വീഴല്ലേ കേട്ടോ, മോശമാണ്. ഇവിടെ പറയാനും പറ്റൂല. ഞാൻ പണ്ട് ഏജന്റ് ആയിരുന്നു. എന്ത് ഏജന്റാ? ഏജന്റ്. എന്ത് ഏജന്റ്? LIC ഏജന്റ്. ഞാൻ ഗ്യാങ്സ് എന്താ ഗ്യാങ്സിന്റെ പറഞ്ഞു കൊടുടാ, ഞാൻ ഏജന്റ് ആണ് എന്താണെന്ന് പറഞ്ഞു കൊടുടാ. റേഡിയോ അലക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന സാധനന്മാര്. black coffee குடிப்பாங்க. அதுக்கு அப்புறம் நாய்க்குட்டியை வாக்கிங் கூட்டி போவாங்க. அப்புறம் அம்மா ஏஜென்ட் இல்ல, அதுக்கு அப்புறம் 4 கெட்ட பேரை சாவடிப்பாங்க. அதுக்கு அப்புறம் திருப்பி சாப்பிடுவாங்க. ஏஜென்ட் என்ன தெரியுமா சூர்யா? இது எந்த ஏஜென்ட் காரியம் പറയണേ? இது சர்ஃபெக்ஸில் விப்பாங்களே வீட்டு வாசல்ல வந்து. அந்த ஏஜென்ட். சூப்பர். നാറി. അലീന എനിക്കിങ്ങനെ മോനില്ല. ചന്ദ്രൻ നോക്കിക്കോ, ഞാൻ പോവാ. എന്റെ തലച്ചിട്ട് നീ പോയിന്റെ കാലിനടിച്ചങ്ങ് ഓടിക്കുമല്ലോ ഞാൻ. നീ ആരെ ദേത്തോട്ടെ അറിയാമല്ലേ നിനക്ക്? ഹലോ ബ്രോ, അതെ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു ഇവിടെ വണ്ടി ഇടലെന്ന്. ഞാൻ കാര്യം പറട്ടെ, ഇത് നിന്റെ മോൻ തന്നെ, എനിക്ക് അതിൽ കൺഫേം ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ സുഖിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു ദിവസം മറ്റേ വീടൊക്കെ വെച്ച് മറ്റേ എന്നെ വലിയ കാര്യത്തിൽ വിളിച്ചിട്ട് മാസൊക്കെ അടിച്ചിട്ട് അടുത്ത ദിവസം വീടുമില്ല, ഒരു അരിയും ഇല്ല. എങ്കടാ സൂര്യ அந்த வீடு? அவங்க சொல்றாங்க கொஞ்சம் ദിവസം എടുക്കുன்னு சொல்றாங்கம்மா ദൈവം. அப்ப உனக்கு ஒரு ഗ്യാങ്സ് കേറാം സൂര്യ. ഇപ്പോ വീടില്ലല്ലോ നമുക്ക്. ചന്ദ്ര എൻ്റെ അടുത്തേ തിരുമ്പി വാ. ചന്ദ്ര പറഞ്ഞിട്ടുണ്ട് സൂര്യക്ക് എപ്പ വേണമെങ്കിലും കേറാം. കാലിനടിച്ച് മുട്ടുകാലടിച്ചെടുക്കല്ലോ ഇതിന്റെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാ കേറാം. ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി വലതുകാല് വെച്ചാ കേറിയത്, അപ്പൊ ഇനി അത് നോക്കണ്ട, അപ്പൊ എപ്പ വേണോ കേറിക്കൊള്ളാൻ പറഞ്ഞു. முன்னொரு காலத்துல ஒரு ராஜா அவனுக்கு வேட்டையாடுறதுன்னா உயிர். பல உயிர்களை வேட்டையாடி ഓരോ കഥയും പഠിപ്പിച്ചു കൊടുത്തിട്ടോ. காட்டுக்கு போயிட்டு ஒரு கரடி அவன் கண்ணுல தென்படுறது. அம்பு எடுத்து விடுறான், ஜஸ்ட் மிஸ்.
கரடி உடனே அவனுக்கு ஒழுங்கு காட்டிட்டு அவன் முன்னால வந்து அவுத்து நின்னு உனக்கு சுடவே தெரியல நீ அப்படிங்கிறது. ചന്ദ്രനെയാണോ പറയുന്നത്? അവന് വയ്യടാ അവന് മനോരോഗിയുടെ മോൻ. അതെ, അതെ, correct. கதை சொல்லி கொடுத்தாரு. മനോരമ അയ്യോ ഇത് അറിയാൻ പറ്റി. വണ്ടി ഭയം പേരാണ് നിന്റെ മോൻ. എന്ത് വിചാരിച്ചു ഞാൻ ഇവനെ വിട്ടിട്ട് അങ്ങ് വരുവന്നോ? പ്രശ്നട്ടാ ഓടുന്നു, വണ്ടി എടുത്ത് ഓടുന്നു അങ്ങേര് അടിച്ചിട്ടിട്ട്. അലീന എന്റെ അമ്മയുണ്ടടാ കൂടെ, അകത്ത് വെട്ടിക്കൊണ്ട് കിടത്തട്ടെ. നമ്മുടെ വീട് നമ്മുടെ സ്ഥിരം മെമ്പർഷിപ്പ് ഇട്ടിട്ടുണ്ട്. ആ അലീന കേറ്, അലീന കേറ്, അവൻ രക്ഷിക്കാം. നമ്മുടെ വീട്ടിൽ കേറാം. കേറോടി എനക്ക് വണ്ടിക്ക് കാലിനെ അങ്ങ് അടിച്ചോടിക്കണ്ടേ? 2 കാലിന് ഒരു സംശയം ഉണ്ടായില്ലേ? 2 കാലം അടിച്ചാൽ ഓടിക്കും. ഇന്നൊരു കാലത്തില് ഞാനൊന്ന് കുറച്ച് ഫുഡ് കഴിക്കട്ടെ. ഞാൻ ഒന്ന് ക്യാമറ ഓഫ് ചെയ്യണം കുറച്ച് നേരത്തേക്ക്. ഓക്കെ, ഇച്ചിരി നേരം സഹിക്കണം. ഇച്ചിരി നേരം. ഇന്നൊരു കാലത്തില് എന്തൊക്കെ കഥയായി പിള്ളേർക്ക് ഈ പറഞ്ഞു കൊടുക്കുന്നേ? അതൊക്കെ പിള്ളേർ പഠിച്ചിരിക്കേണ്ട കഥയാണ്. ഒരു രാജാവിന്റെ ധർമ്മസങ്കടം പ്രൊജക്ട് ചെയ്യുന്ന ഒരു കഥയാണ്. അതൊരു രാജാവിന്റെ ധർമ്മസങ്കടം. വന്നപ്പോ എന്റെ അടുത്ത് ചോദിച്ചത് അച്ഛൻ ഇതായിരുന്നോ പണിയെന്ന്. അല്ല അല്ല അല്ല, ഇത് തമിഴ്നാട്ടിലെ രാജാവ് എന്തായാലും ഇവന്റെ എവിടെയുള്ളതായിരിക്കും. കൺഫേം ആണ് അത്. ഇവൻ ഹോസ്പിറ്റലിൽ കൊണ്ട് രക്ഷിക്കാൻ പറ്റും. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ രക്ഷിക്കാൻ പറ്റും. നല്ല കാശാവും അല്ലേ? 7 EMS ഉണ്ടായിട്ടാണോ? ആ 2 CR ഒക്കെ 200 CR നിന്റെ അപ്പം കൊടുക്കും. ഇത്രയും സിആറുള്ള ഇത്രയും കോടികളുള്ള എന്റെ അടുത്ത് നീ 2 കയറാൻ പറ്റി സംസാരിക്കല്ലേ സൂര്യ? മനസ്സിലായല്ലേ? കേട്ടല്ലോ. കാശ് നമ്മള് 3 നിലയും ഉണ്ടാക്കാൻ തുടങ്ങിയല്ല, അത് കൊറേ കാലമായി. എത്ര വേണം നിനക്ക്? 200 CR. വേണമെങ്കിൽ പ്ലാസ്റ്റിക് സർജറി വേണോ ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് സാഗുരുന്റെ കാശ് വാങ്ങിച്ചിട്ട് ചന്ദ്ര ഇതിനായിരുന്നല്ലോ ഉപയോഗിക്കുന്നത്. സാഗുരിന്റെ കാശ് ആര് വാങ്ങി? എപ്പോ വാങ്ങി? 1000 CR എന്നോട് വന്ന് ചോദിച്ചു സാഗുരു. പമ്പ് ആരുടെ പേരിലാന്ന് ചോദിച്ചു. ചന്ദ്രന്റെ പമ്പ് ബിനാമിയുടെ ചെയ്യണം പമ്പില്. പോയിട്ട് വാ സൂര്യ പോട്ടെ. 2 CR ഒക്കെ സിമ്പിൾ ഡേ. പോയിട്ട് വാ ഡേ. എച്ച് തന്നെ കാണിക്കലടാ സൂര്യ. ഡേ കാശ് ഞാൻ തരാം, വാ. സൂര്യ 2 കോടി തരടാ. ഞാൻ എൻ്റെ ഇപ്പൊ ഇല്ല. അപ്പൊ നീഡ് CMS കിട്ടത്ത എന്താ? അപ്പൊ CMSനടുത്ത് നീ പോ. നീ മാമ തട വിടും. സാറേ, ഒരു ശവത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഒന്ന് നോക്കുവോ രക്ഷപ്പെടില്ലെന്ന്? സാറേ എന്തിനാണ് എടുത്തിട്ട് വന്നത്? ഇപ്പൊ ഡ്യൂട്ടിയിലുള്ളതല്ലേ? റോഡിന്റെ സൈഡില് സാറേ ഒരു വേദന സഹിക്കാൻ പറ്റാതെ കിടക്കുവാണ് സാറേ. എങ്ങനെ സാറേ കണ്ടിട്ട് നമ്മളെ എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ വരാതിരിക്കും സാറേ? നില വിളിക്കുവാണ് സാറേ. അത്രയ്ക്ക് ഒരു കുഞ്ഞു നമ്മുടെ മോനെ സാറേ ഈ സൂര്യബോസിനെ ആരെങ്കിലും വിളിച്ചായിരുന്നോ? ഹോസ്പിറ്റലിൽ എടുത്തോണ്ട് കേട്ടോ. നിങ്ങള് ഡ്യൂട്ടി ഒക്കെ ഒന്ന് മാറ്റി വെക്കി. കൊച്ചിന്റെ ജീവൻ മേഡം മേഡം ഒരു 2 CR ഫൈൻ തന്നോ? ഇപ്പം പൊക്കി തരാം. മോന്റെ കാശ് വാങ്ങിച്ചു അതിനാ കാശും സെറ്റിൽ ചെയ്യണേ. സാർ ഒന്ന് രക്ഷിക്കൂ. അതെ, ഐഡി എന്ന് പറഞ്ഞേ? ID 338 338 338. എന്താ ഇത്? ആ പേയ്മെന്റ് അക്സെപ്റ്റ് ചെയ്യണേ.
ഞാൻ അയ്യോ കൈതട്ടി ഡിക്ലൈൻ Payment failed. ഒരു സെക്കൻഡ് ഡിക്ലൈൻ ഒന്നുകൂടെ ഇട്ടാ മതി. ഇല്ല ഡിക്ലൈൻ ആയതാ സാർ ഒരു സൈൻ ചെയ്യാവോ? സൂര്യ ആ പുള്ളിക്കാരൻ എണീക്കുമ്പോ പുള്ളിക്കാരൻ തന്നെ കാശ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് രക്ഷിച്ചതിന് ശേഷം ഒന്ന് അതെനിക്ക് വെക്കാൻ പറ്റത്തില്ല, കാരണം പുള്ളിക്കാരൻ എഴുന്നേറ്റ് തന്നില്ലെങ്കിലോ? ഇത് ഉറപ്പായിട്ട് തരും 100%. ഞാൻ ഇത് എന്റെ വാക്കാണ്. ഞാൻ ഈ ഒരു ആൾക്കാരെ ഒരുപാട് രക്ഷിക്കുന്ന ഒരു ഹോസ്പിറ്റലാണിത്. ഈ ഹോസ്പിറ്റലിനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, എണീറ്റ് ഉടനെ കാശ് തരും. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ എനിക്ക് പൂട്ടിയിട്ടിട്ട് ധാരാളം. ഓക്കെ അല്ലേ? ഞാൻ ചോദിച്ചോട്ടെ സാറ് നിന്ന് അല്ലേ ലീന, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. 2 CR കൊടുക്കാല്ലേ? 2 CR. ഇന്ന് ചന്ദ്രനെ സപ്പോർട്ട് ചെയ്തല്ലേ അവൻ നിന്നത്, എന്നിട്ട് ഒരു 2 CR. സത്യം പിറ്റി, വെരി പിറ്റി. ചെയ്താ സാറേ ഡ്യൂട്ടിയിലുണ്ടാവുമ്പോ ഇവിടെ ഇട്ടിട്ട് കാര്യട്ടോ പൊങ്ങൂല. സാറേ ഞങ്ങൾക്കൂടെ ഇത് കാണാൻ പറ്റുമോ? വാറിന്റെ ഇതിന് വേണ്ടി കണക്കിടാൻ പറഞ്ഞ വാറിന്റെ അക്കൗണ്ട് എടുക്കാൻ വേണ്ടിട്ട്. എടാ എന്റെ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞോടാ. എന്റെ ബ്ലാക്ക് മണി ഇല്ല, വാസന്റെ ഇല്ല. എന്റെ ഇല്ലടാ, എന്റെ ഇല്ല. എന്ത് ചെയ്യും? എത്ര വേണ്ടി വരും? ഹലോ പറഞ്ഞോ മേഡം. സാറേ തുറക്ക്, ഞാൻ തരാം. നോക്കട്ടെ. എനിക്ക് ഞാൻ തരാം. മേഡം ഇങ്ങോ മേഡത്തിന്റെ ഐഡി ഒന്ന് പറയണേ. 54. 54. ഓക്കെ. കണ്ണിനുള്ളിൽ നീ കൺമണി 047 ഗോഡ ഒന്ന് പറഞ്ഞേ സംസാരിക്കണേ ഗോഡെ. 047 എന്റെ നമ്പർ ആക്ച്വലി എന്താ അറിയോ, സർവർ സൈഡ് 0 തൊട്ട് തുടങ്ങുന്ന നമ്പർ പറ്റത്തില്ല. അപ്പം 471 വേണം തരാം. 47 ഉണ്ടോ? 0 തുടങ്ങുന്ന നമ്പർ കൊടുക്കാൻ പാടില്ല പറഞ്ഞു. ആരാ പറഞ്ഞേ? ഞാനൊരു കാര്യം ചെയ്യട്ടെ, 0 തുടങ്ങുന്ന നമ്പറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 01, 02 അങ്ങനെയൊക്കെ ഇടാൻ വേണ്ടിട്ടാണോ അവർക്ക്? എന്റെ 047 ഒന്നാണ്, 4 നമ്പർ ഉണ്ട് എന്റെ. അതാ പ്രശ്നം, 0 തുടങ്ങാൻ പറ്റത്തില്ല. ഞാൻ എന്ത് ചെയ്യും? പിന്നെ എന്റെ ജീവിതത്തിൽ എന്നെ അറിയാന്നുള്ള എല്ലാവർക്കും ഈ 047 എന്നാണ് എന്റെ നമ്പര്. ഞാൻ അപ്പാപ്പനോട് ചോദിച്ചോക്കട്ടെ, OG നമ്പർ ആവണ്ടേ, ചോദിച്ചോക്കട്ടെ. ഇത് മാറ്റുന്നുണ്ട്. അരിക്കുടുക്ക നിനക്കില്ല. ഞാൻ ചോദിച്ചോക്കട്ടെ. പിന്നെ അത് മാറ്റുന്നുണ്ടോ കേട്ടാ? നിന്റെ 047 മാറ്റുന്നുണ്ടോ കേട്ടാ? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അത് ഇപ്പം വന്ന് പറഞ്ഞിട്ട് പോയാൽ കേട്ടില്ല. എന്റെ ശരിക്കകത്ത് എന്തോ ഇരുന്നേ? 0 തുടങ്ങുന്ന നമ്പറെല്ലാം മാറ്റുന്നുണ്ടോ? 0 തുടങ്ങുന്ന നമ്പറല്ല അത് തന്നിട്ടാങ്ങളെന്നല്ല, തന്നാ തിരിച്ചെടുക്കുമെന്ന്. സാറേ ആ അണറ്റിയുടെ വേണമാ 11:30 റെഡി ആണോ? 11:30